ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ സൂററ്റിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെ പെൻറ്റഗൺ ആയിരുന്നല്ലേ, അത് ഒരു വർഷം മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ അത് ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിലെ ഗുജറാത്തിലെ സൂററ്റിലാണ് അതുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്. അധികം മലയാള യൂട്യൂബേഴ്സ് ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് സൂററ്റിലാണ് താമസിക്കുന്നത്. അവിടുത്തെ പയ്യൻ്റെ ഫ്രണ്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. 67 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത് ഇന്ത്യൻ ആർക്കിടെക്ചർ സ്ഥാപനമായ മോർഫോ ജനസിസ് ആണ്. 2015 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കോവിഡ് കാരണം കുറേ നാളത്തേക്ക് ഇത് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 2023 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. സൂററ്റിൻ്റെ പരമ്പരാഗതമായ വ്യവസായം തന്നെ ഡയമണ്ട് പ്രോസസ്സിംഗ് ആണ്. ഡയമണ്ട് ബിസിനസ് കൊണ്ടും വൃത്തി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടുമെല്ലാം പേര് കേട്ട നാടാണ് സൂററ്റ്. വജ്രവ്യാപാരം നടത്തിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ മുംബൈയിൽ പോയിട്ടാണ് അതിൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരമായിട്ടാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. 9 ടവറാണ് ഈ ഒരു കെട്ടിടത്തിനുള്ളത്. ഓരോ ടവറിലും 15 നിലയാണ് ഉള്ളത്. അങ്ങനെ ആകെ മൊത്തം 4200ഓളം ഓഫീസ് ഈ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് W6 എന്ന് പറയുന്ന ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. W7 എന്ന് പറയുന്ന ഗേറ്റിലൂടെയാണ് നമുക്ക് അകത്തേക്ക് കടക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് കുറേ കാറുകൾ, 2 വീലറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് എല്ലാവരും അകത്തേക്ക് കിടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കും അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. W7 എന്ന് പറയുന്ന ഗേറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. നമ്മളോട് വരാൻ പറഞ്ഞിരുന്ന ആ മേഡം ഏതോ ഒരു മീറ്റിങ്ങിലാണ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് പോകുന്ന ആൾ കണ്ടോ, അദ്ദേഹത്തിൻ്റെ പേര് നീരജ് എന്നാണ്. അദ്ദേഹമാണ് ഇനി ഇതിനകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഗാർഡൻ ഏരിയയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഗാർഡൻ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ആ മാഡം വിളിച്ചിരുന്നു, മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി വന്നു കേട്ടോ. അവനി എന്നാണ് പേര്. അപ്പോൾ ഒരുപാട് നേരം സംസാരിച്ചു. പുള്ളിക്കാരിയുടെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് നിന്നെ നമ്മൾ ബാക്കി കാഴ്ചകളിലേക്ക് പോയത്. അങ്ങനെ ഇതിൻ്റെ ഒരു ഉൾഭാഗത്തേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. കടക്കുമ്പോൾ തന്നെ അതിമനോഹരമായ നിർമ്മിതികളൊക്കെ ഈ ഒരു കയറി വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ഡയമണ്ട് ബോർഡ്സ് നിർമ്മാൺ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ അംഗമായിട്ടുള്ള ആളുകളുടെ പേര്, കാര്യങ്ങൾ, വിവരങ്ങളൊക്കെ എഴുതിയ ഒരു വലിയൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ തൊട്ടടുത്തേക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു സൈഡിൽ 4 ടവറും അപ്പുറത്തെ സൈഡിൽ 5 ടവറുമായിട്ട് അങ്ങനെ ടോട്ടൽ 9 ടവറാണ് ഈ ഒരു കെട്ടിടത്തിനുള്ളത്. ഓരോ ടവർ കഴിയുമ്പോൾ, അതായത് ഓരോ ടവറിൻ്റെ ഇടയിലും ഒരു ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാങ്കുകൾ, കോൺഫറൻസ് ഹാളുകൾ എന്നിവയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കുന്നത്. നമ്മളിങ്ങോട്ട് കയറി വന്ന 7ാമത്തെ ഗേറ്റ് ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനോട് ചോദിക്കാം. എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇവിടെ ജോലി ചെയ്യുന്നതോ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതായ ഫിംഗർ ആക്സസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതിനുള്ളിലേക്ക് കയറാനോ മറ്റുള്ളവരെ കൊണ്ടുപോകാനോ സാധിക്കുകയുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കും ഇതിനുള്ളിലേക്ക് ഒറ്റയ്ക്ക് കടക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറേ ചെയറുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണിതെന്ന് മനസ്സിലായി. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെയാണ് ആ ഒരു ഭാഗം വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് ഈ ബിൽഡിങ്ങിൻ്റെ സ്പൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പൈനിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ 9 ടവറിലുള്ള ഏതൊരു ഫ്ലോറിലേക്കും പോകാൻ സാധിക്കും. അതിനായിട്ട് ബിൽഡിങ്ങിൻ്റെ ഓരോ ടവറിൽ പോയി മറ്റൊരു ടവറിലേക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്പൈനിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഓരോ ടവറിലേക്കും നമുക്ക്
എത്താവുന്നതാണ്. കുറേ നടന്നതിന് ശേഷം നമ്മളിനി ലിഫ്റ്റിൽ കയറി ബിൽഡിങ്ങിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടമൊന്നും പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് 101 മുതൽ A116 വരെയുള്ള ഓഫീസുകളിലൊക്കെ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ടവറുകളിൽ മാത്രമേ AC ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ ടവറുകളെ എല്ലാം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്പൈൻ കിടക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ആ സ്പൈനിൻ്റെ ഭാഗത്ത് AC ഇല്ല. പക്ഷെ നമുക്ക് നല്ല കൂളിംഗ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ റേഡിയൻ്റ് കൂളിംഗ് സിസ്റ്റത്തിലൂടെയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കൂളിംഗ് കിട്ടുന്നത്. AC ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ ഓർഗാനിക് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിന്നും ഒരു വേസ്റ്റ് പോലും പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. 2 ടവറുകൾക്കിടയിലുള്ള ഒരു ഗാർഡൻ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്ര വലുപ്പത്തിലാണ് ഈ ഒരു ഗാർഡൻ ഏരിയ തന്നെ ഉള്ളതെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബിൽഡിങ്ങിന് 9 ടവറുകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഓരോ ടവറിനെയും ABCD എന്നിങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 9ാമത്തെ ടവറിന് I എന്ന ലെറ്ററാണ് വരേണ്ടത്. എന്നാൽ I എന്ന ലെറ്ററിന് ഞാൻ എന്നുള്ള ഒരർത്ഥമുള്ളത് കൊണ്ടും അതിൻ്റെ പേരിൽ ഇവർക്ക് അതെന്തോ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ പേരിലായിരിക്കാം I എന്ന ലെറ്റർ ഒഴിവാക്കിയിട്ട് 9ാമത്തെ ടവറിന് J എന്ന ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ഗാർഡൻ ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു കാണുന്ന 3 ശേഖരങ്ങളുള്ളൊരു മരമുണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യലാണ്. അത് മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഇവിടെ. അങ്ങനെ നമ്മൾ വീണ്ടും ബിൽഡിങ്ങിൻ്റെ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ ഈ 15 നില നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റിൽ കയറി 15 നില ബിൽഡിങ്ങിലേക്ക് പോകാൻ നേരത്ത് ലിഫ്റ്റിൽ 13 എന്നുള്ളൊരു നമ്പർ നമുക്ക് കാണാൻ സാധിക്കില്ല. 12 കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് 14 എന്ന് പറയുന്ന നമ്പറായിരിക്കും. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ഓഫീസുകളും ഒരേ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓഫീസ് സൗകര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ് ഉള്ളത്. 1000 കോടിയുടെ ബിസിനസ് നടത്തുന്ന ആളാകട്ടെ, 100 കോടിയുടെ ബിസിനസ് നടത്തുന്ന ആളാകട്ടെ, ഇനിയിപ്പോൾ 1 കോടിയുടെ ബിസിനസ് നടത്തുന്ന ആളായാലും എല്ലാവർക്കും ഒരേ സൗകര്യമുള്ള ഓഫീസ് റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഡയമണ്ട് ബോർഡ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു വജ്ര വ്യാപാര കേന്ദ്രത്തിൻ്റെ കീഴിലായിരിക്കും ഇനി സൂറത്തിലെ ഡയമണ്ട് പോളിഷിംഗ്, കട്ടിംഗ് അങ്ങനെയുള്ള എല്ലാ പണികളും നടക്കുന്നത്. നമ്മൾ അങ്ങനെ ഓരോ ടവറിനും ഇടയിലുള്ള ഗാർഡൻ ഏരിയയിൽ കൂടെ കടന്ന് മെയിൻ ഗേറ്റിൻ്റെ അവിടേക്ക് എത്താൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഓരോ ഗാർഡൻ ഏരിയയിലും 5-6 വീതം ജോലിക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഇത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത്. 2015 ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് ഈ ഒരു ബിൽഡിങ്ങിന് തറക്കല്ലിട്ടത്. 26 ജൂലൈ 2023 ഈ ഒരു ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിച്ചത്. 22 ഓഗസ്റ്റ് 2023 ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി. അതിനുശേഷം 17 ഡിസംബർ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത്.
3 മീറ്റേഴ്സ് പെർ സെക്കൻഡ് വേഗതയിലുള്ള 131 ലിഫ്റ്റുകൾ ഈ ഒരു ബിൽഡിങ്ങിലുണ്ട്. അതുപോലെ തന്നെ 2 ലെവൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളും ഈ ഒരു ബിൽഡിങ്ങിനുണ്ട്. ഈ ഒരു പാർക്കിങ്ങിൽ 4500 കാറുകളും 10,000 ടൂ വീലറുകളും ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം 2030 ഓപ്പൺ ആകുന്ന ഗുജറാത്തിലെ 3ാമത്തെ സ്മാർട്ട് സിറ്റിയായ ഡ്രീം സിറ്റിയുടെ ഭാഗമായാണ് സൂറത്ത് ഡയമണ്ട് ബോർഡ്സ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 3200 കോടി രൂപ മുടക്കിയിട്ടാണ് ഗുജറാത്ത് സർക്കാർ ഈ ഒരു സൂറത്ത് ഡയമണ്ട് ബോർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ ഇത്രയും നേരം ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തന്ന നീരജ് സാറിനോട് നന്ദി പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ വന്ന ഏത് ഗേറ്റിലൂടെയാണോ അതേ ഗേറ്റിലൂടെ തന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കെട്ടിടത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് ഗുജറാത്തിലെ ഗ്രാമങ്ങളിലേക്ക്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.